ഓപ്പൺ സ്റ്റേജിലേക്ക് വീണ്ടും സ്വാഗതം. ഇളകി മറിയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായ ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി ഭരിച്ചപ്പോഴായാലും ഇപ്പോൾ വലതുപക്ഷ മുന്നണി ഭരിക്കുമ്പോഴായാലും ഇവിടുത്തെ ജനങ്ങളോട് നൽകുന്ന വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കും. അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു സൂചനയാണല്ലോ. എത്രയോ പാവപ്പെട്ടവർ ജയിലിൽ കടന്ന് അനുഭവിക്കുന്നു. അവരെയൊന്നും സഹാക്കന്മാർ നോക്കാൻ പോയില്ല. ഗുണ്ടകൾക്കും വേണ്ടി പിടിച്ചുപറിക്കാർക്കും വേണ്ടി ജയിലിൽ പോയി സംരക്ഷണം നൽകാൻ CPM മറുപടി പറയണം. ഗോതമ്പ് വന്ന് എല്ലാ റേഷൻ കടകളിലും ഗോതമ്പ് വന്നു. 6 രൂപ 60 പൈസ കിടന്ന ഗോതമ്പ് 15 രൂപ. ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചു. അന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഇത് CBI അന്വേഷണത്തിന് വിടാമായിരുന്നല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും മയക്ക് തരുന്നുണ്ടല്ലോ, പിടിച്ചു കൂവിക്കോ. എന്താ വെച്ചാൽ നിങ്ങൾ നെല്ലുണ്ടാക്കണ്ട, നിങ്ങൾ നാണ്യവിള ഉൽപ്പാദിപ്പിക്കൂ. ഒരു നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു വൈസ് ചെയർമാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ, 6 വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച BJP ഈ ജനങ്ങൾക്ക് എന്ത് മെസ്സേജ് നിങ്ങൾ കൊടുത്തു? വളരെ നന്ദി. TP ചന്ദ്രശേഖരന്റെ വധത്തെ തുടർന്നുണ്ടായ കേരള സമൂഹത്തിലെ ചർച്ചകൾ, അതുപോലെ തന്നെ CPMന്റെ രക്ഷാമാർച്ച്, ഭരണകക്ഷിയിലെ പഠനപ്പിണക്കങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു. അതേക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. CPIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ വെഞ്ഞാറുമൂട് ശശി, BJPയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ ജോർജ് കുര്യൻ, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായ മുൻ MLA ശ്രീ ജോർജ് മേഴ്സിയർ, RMPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ KP പ്രകാശ്, ഫ്രാറ്റിനെയും പ്രതിനിധീകരിച്ച് റെസിഡന്റ് അസോസിയേഷനുകളുടെ ഫെഡറേഷനുകളെ പ്രതിനിധീകരിച്ച് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഭരണിയം ദേവകുമാർ, പ്രമുഖ പത്രപ്രവർത്തകൻ ചന്ദ്രികയുടെ കോഴിക്കോട് ബ്യൂറോ ചീഫ് ശ്രീ V അബ്ദുൾ മജീദ് തുടങ്ങിയ പ്രമുഖർ വേദിയിലും അതുപോലെ തന്നെ സദസ്സിലും പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എത്തിയിട്ടുള്ളത്. ഈ ചർച്ച തുടരുകയാണ്. ഒട്ടും സഹിക്കേണ്ട, മോഡി വരികയാണ് വീണ്ടും. മോഡി വരുന്നുണ്ട്, വീണ്ടും നന്നാകും. അദ്ദേഹം ബുള്ളറ്റ് ട്രെയിനിന്റെ കാര്യമാണ് പറയുന്നത്. ചതുർഭുജ ബുള്ളറ്റ് ട്രെയിൻ. ആ തൊപ്പി വെച്ച മനുഷ്യന് 3-4 മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്താം. ജുമാ മസ്ജിദിൽ പോകാം, അതുപോലെ തന്നെ അജ്മീരിൽ പോകാം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഒരു മിനിറ്റ് അല്ല, ഇപ്പൊ ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള സംവാദം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി വെച്ച വിഷയം ഇളകി മറിയുന്ന കേരള രാഷ്ട്രീയവും അല്ല അല്ല ഞാൻ എന്റെ സംശയം, നമ്മൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കത്തിനകത്ത് നിന്നോട് ചർച്ച ചെയ്യണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അതേസമയം മറ്റു വിഷയങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് പോലെ ഇപ്പോഴത്തെ കറന്റ് പൊളിറ്റിക്സ് ആണ് ചർച്ച, അതിലേക്ക് തിരിച്ചു വരണം. ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു മിനിറ്റ്. ശ്രീ പ്രകാശിനോടാണ് ചോദ്യം. ഇപ്പോൾ KK രമ നിരാഹാരം അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ RMP എന്ന പാർട്ടിയെക്കുറിച്ച് അറിയുമ്പോൾ TP ചന്ദ്രശേഖരൻ വധം, കൊലപാതക രാഷ്ട്രീയം, അതിനെതിരെയുള്ള ഒരു സമരം, അതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ജനകീയ പ്രശ്നങ്ങളിൽ RMPയുടെ നിലപാടിനെ കുറിച്ച് നിങ്ങൾ വലിയ പ്രൊജക്റ്റ് ചെയ്യുന്നതായി കാണുന്നില്ല. നിങ്ങൾ ഒറ്റ അജണ്ടയിലാണ് ഇപ്പോൾ മലബാറിലെ കൊലപാതക രാഷ്ട്രീയം, ഇടതുപക്ഷത്തിൻ്റെ ഒരു പക്ഷേ വന്നിരിക്കുന്ന വ്യതിയാനം, ഇതിനെക്കുറിച്ചുള്ള ഇതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട് RMPക്കുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞില്ല, ഇപ്പോൾ ആം ആദ്മി ഡൽഹിയിൽ വന്നിരിക്കുന്നത് അവരൊരു ബദൽ ഇത് പറഞ്ഞിരുന്നു. ബദൽ എന്ന് പറയുമ്പോൾ എല്ലാം ഇൻ്റർനാഷണൽ ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഡൽഹിയുടെ ഒരു വികസന രാഷ്ട്രീയം അവർ മുന്നോട്ട് വെച്ചിരുന്നു. വൈദ്യുതിയുടെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർക്കൊരു ബദൽ, അഴിമതിയുടെ കാര്യത്തിൽ. അതെന്താണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ? തീർച്ചയായും ഇപ്പോൾ ഇവിടെ നേരത്തെ നടന്നുള്ള ചർച്ചയുടെ ഭാഗമായി തന്നെ അത് പറയാവുന്നതാണ്. ഒന്ന്, കേരളത്തിൽ വലിയ നിലയ്ക്ക് കൂലി കിട്ടുന്ന വലിയ മേഖലകൾ നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകം കൺസ്ട്രക്ഷൻ ഒക്കെ ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് വളരെ തുച്ഛമായ മാസത്തിൽ 2000 രൂപ വരെ തൊഴിലെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഷോപ്പിംഗ് മേഖലയിലെ തൊഴിലാളികളാണ്, മിക്കവാറും സ്ത്രീകളാണ്. 2000-2500 രൂപയാണ് മാസത്തിൽ അവർക്ക് കൂലിയായി അല്ലെങ്കിൽ ശമ്പളമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് മേഖലയിൽ അതും സ്ത്രീകൾ തന്നെയാണ്. അവർ കഴിഞ്ഞ വർഷം നടത്തിയുള്ള സമരങ്ങൾ കേരളത്തിലറിയാം. അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്നവർ, സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും ജോലിയെടുക്കുന്ന അതിനേക്കാൾ ജോലി ഭാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ കടുത്ത ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കേരളത്തിൽ ഒരു വിഭാഗം
ആളുകൾക്ക് സാമാന്യം ഭേദപ്പെട്ട ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്ന കൂലി നിരക്ക് ലഭിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം തൊഴിലെടുക്കുന്നവരും വളരെ പരിതാപകരമായ ജീവിതാവസ്ഥ നേരിടുന്നവരാണ്. ഈ മനുഷ്യരെ പറ്റി പറയാൻ ആരാണ് കേരളത്തിലുള്ളത്? രണ്ടാമത്തത്, വികസനത്തെ പറ്റി ധാരാളം ആളുകൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് വികസനത്തെ പറ്റി വ്യത്യസ്തമായൊരു നിലപാടാണുള്ളത്. തീർച്ചയായും വികസനം എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മുടെ പ്രയോഗങ്ങളിലേക്ക്, നമ്മുടെ വ്യവഹാരങ്ങളിലേക്ക് കടന്നു വന്നത് തീർച്ചയായും 80-കൾക്ക് ശേഷമുള്ള വ്യാപകമായി കടന്നു വന്നു. നേരത്തെ നമ്മളൊക്കെ പുരോഗതി എന്ന് പറഞ്ഞിരുന്ന ഒരു പദത്തിന് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് പലപ്പോഴും വികസനം എന്ന പ്രയോഗം വരുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ, നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ച പോലെ, അതിന് പ്രാഥമികമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ, മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിതാവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അത് പഴയതുപോലെ ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും പാർപ്പിടത്തിൻ്റെയും മാത്രമല്ല, അത് പിന്നെ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യ പരിരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അത് സമൂഹത്തിൻ്റെ വികാസത്തിനനുസരിച്ച് ആ പരിഗണനാ വിഷയങ്ങൾ വികസിച്ചു വരും. ഈ അടിസ്ഥാന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ വികസനം എന്ന് ഇന്ന് വ്യവഹരിക്കപ്പെടുന്നത് ആഗോള അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് കടന്നു കയറി വരുന്ന മൂലധന ശക്തികളുടെ വികസനമാണ്. ഈ വികസനത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറയപ്പെടുന്ന പല വികസനം എങ്ങനെയാണ്? അത് BOT എന്ന് പറയുന്ന ദേശീയപാതയുടെ വികസനത്തെ പറ്റി ഇടതും വലതും BJP അടക്കമുള്ള പാർട്ടികൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത്? അവർ മുന്നോട്ട് വെക്കുന്ന ഒറ്റ കാര്യമാണ്, ഇവിടുത്തെ റോഡ് വികസനത്തിന് ആവശ്യമായിട്ടുള്ള തുകയുടെ 40% സർക്കാർ സബ്സിഡിയായി നൽകും. ആ 40% തുക കൊണ്ട് ഒരു സംശയം വേണ്ട. ഈ ദേശീയപാതയുടെയൊക്കെ നേരത്തെ മുന്നോട്ട് വെച്ചത് 22 കോടിയാണ്. എന്നാൽ കേരളത്തിലെ PWD അടക്കം കണക്കാക്കിയിട്ടുള്ളത് 7-7.5 കോടി രൂപയാണ് 1 കിലോമീറ്റർ റോഡിന്. അതിൻ്റെ സ്ഥാനത്ത് 22 കോടി കണക്കാക്കുക, അത് സ്വകാര്യ ഏജൻസികൾ അതിൻ്റെ കണക്ക്, അതിൻ്റെ പിന്നെ കാര്യങ്ങൾ നിശ്ചയിക്കുക, ആ തുകയുടെ 40% ഗവൺമെൻറ് ഗ്രാൻഡായി കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? മുഴുവൻ തുകയില്ല, ഗ്രാൻഡായി 40% കൊടുക്കുക. ആ ഈ 40% കൊണ്ട് ഈ 7 കോടിയോ 8 കോടിയോ 9 കോടിയോ തുക കൊണ്ട് പണി പൂർത്തിയാക്കാം. എന്നിട്ട് അതിലൂടെ സഞ്ചരിക്കുന്നതിന് ജനങ്ങളോട് ടോൾ എന്നല്ല പറയേണ്ടത്, പിഴയാണ്. നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നതിന് പിഴ കൊടുക്കുകയാണ്. ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും യോജിക്കുന്ന വികസനമാണ്. ഞങ്ങളുടെ അഭിപ്രായം ഇതല്ല വികസനം. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്കൊരു ബദൽ വികസനം ഇത് പറയുന്നു. നിങ്ങൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇലക്ഷൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ? തീർച്ചയായും ഞങ്ങൾ നേരത്തെ തന്നെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ കാലത്ത് വടകരയും കോഴിക്കോടും പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിച്ചിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ വിവിധ മേഖലകളിൽ, ഈ മേഖലകളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞുള്ള തൊഴിലാളികൾ, അൺഎയ്ഡ് മേഖലയിൽ, നഴ്സിംഗ് മേഖലയിൽ ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തി വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിന് പുറത്ത് വികസനത്തിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനതയുണ്ട്. എൻഡോസൾഫാൻ പീഡിതരായിട്ടുള്ള മനുഷ്യർ, തൃശ്ശൂർ ജില്ലയിലെ കാതികുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വ്യവസായശാലയുടെ പേരിൽ മലിനീകരണത്തിൻ്റെ ഭാഗമായി ക്യാൻസർ രോഗികളും ശ്വാസകോശ രോഗികളായിക്കൊണ്ടിരിക്കുന്നതിനെതിരെ ശരി ആയിക്കോട്ടെ, ഈ തരത്തിലുള്ള ജനകീയ സമരങ്ങൾ, മാലിന്യത്തിനെതിരെ നടക്കുന്ന സമരങ്ങൾ, ഈ സമരങ്ങളിലൊക്കെ ഉയർന്നു വരുന്ന ഒരു പുതിയ ജനകീയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കാനും അതിനെ നയിക്കാനുമുള്ള ഒരു രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് തീർച്ചയായും നിരവധി രാഷ്ട്രീയ പാർട്ടികളുമായി, ചെറിയ രാഷ്ട്രീയ പാർട്ടികളുമായി, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി, ജനകീയ സമര പ്രസ്ഥാനങ്ങളുമായുള്ള ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവന്നത്. എനിക്ക് പറയാനുള്ളത് രമയുടെ സത്യാഗ്രഹമാണ്. ഒരു വിധവയാവുമ്പോഴേ ആർക്കും മനസ്സിലാകത്തുള്ളൂ. സ്വന്തം ഭർത്താവിനെ 52 വെട്ടോളം വെട്ടി പരിക്കേൽപ്പിച്ച് മൃഗീയമായി കൊന്ന ആ സംഘത്തിലെ തലവനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് CBIക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വന്ന് കിടക്കുന്നത്. ഒരു പാർട്ടിയുടെ സംഘടനയിലല്ല, ആരും കണ്ടുപിടിച്ചിട്ടില്ല. പാർട്ടി ബേസിക്കലി അല്ല. തൻ്റെ ഭർത്താവിന് ആരാണ് മൃഗീയമായി കൊല്ലപ്പെട്ട അതിൻ്റെ ഹെഡ് ആരാണ്, അവിടെ എത്രയും പെട്ടെന്ന് CBI കണ്ടുപിടിച്ചതെന്ന് മാത്രമാണ് വന്ന് കിടക്കുന്നത്, അല്ലാതെ പാർട്ടി അനുഭവത്തോടെ അല്ല.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ ഞങ്ങൾ പിടിക്കണമെന്നുള്ളതാണ് അല്ലേ? കണ്ടുപിടിച്ച് വരുമ്പോൾ അവസാനം എൻ്റെ പേര് സിന്ധുലേഖ, ഞാൻ സാമൂഹ്യ പ്രവർത്തകയാണ്. അപ്പോൾ രമ ഒരു CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് നിരാകരം കിടക്കുന്നത്. അത് എന്തുകൊണ്ട് മറ്റുള്ളവർ ഭയപ്പെടുന്നു? ഒരു CBI അന്വേഷണം തന്നെയാണ് വേണ്ടത്. അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല. ആരും ഒരു സർക്കാരും ഒരു ആൾക്കാരും വിറയ്ക്കേണ്ട കാര്യം. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വരുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാവൂ. സർ, മുന്നണികൾ മാറി മാറി വരുന്നത് കൊണ്ട് കേരളത്തിൽ പുരോഗതി ഇല്ല എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരള രാഷ്ട്രീയം കലങ്ങി മറിയുകയല്ല, കലക്കി മറിക്കുകയാണ്. കാരണം കലക്കി മറിക്കുകയാണ്. പറയാം, അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ അറിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ താങ്കളെ പോലെ ആൾക്കാർ ചാനലിൽ പോയാണ് കലക്കി മറിക്കുന്നത്. സർ, ഇത് ആവശ്യമാണ്. പക്ഷെ എനിക്ക് ഇവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, പണ്ട് രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന സദാചാര ബോധമെന്നില്ല, മൂല്യബോധമെന്നില്ല. അല്ല, എങ്കിൽ പോലും ഞാൻ പറയുന്നത് എങ്കിൽ പോലും ഞാൻ പറയുന്നത് മേലാളന്മാരാൽ ഈ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമായ വെറും സാധാരണ ജനങ്ങളാണെന്ന് കേരളത്തിലുള്ളത്. എന്ത് പറയുന്നു എന്നതിലുപരി ആര് പറയുന്നു എന്ന് നോക്കി മാത്രം പ്രതികരിക്കുന്ന സാധാരണക്കാർ. ഞാൻ ഒരു കാര്യം, ഒറ്റ ഉദാഹരണം പറയാം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരിക്കലും കർഷകർക്കെതിരെ യാതൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഇവിടെ രാഷ്ട്രീയക്കാർ രണ്ട് ഭാഗത്ത് നിൽക്കുകയാണ്. ആണവ വിഷയം വന്നാലും അത് തന്നെയാണ്, കരിമണലിന്റെ വിഷയം വന്നാലും അത് തന്നെയാണ്. ഇങ്ങനെ ഇളക്കി മറിച്ച് ഒടുവിൽ ജനകീയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ രംഗത്ത് വരാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു അടവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് വരാം. വേണ്ടി 10 കോടി രൂപ ബഡ്ജറ്റ് കൊള്ളിച്ചത് എല്ലാ രാഷ്ട്രീയത്തിനകത്തുള്ള ആളുകൾ വീതിച്ചെടുക്കുന്നു. പട്ടികജാതി പട്ടികവർഗത്തിന് കൊടുക്കാനുള്ള പൈസ ഇടതുപക്ഷമായാലും കൊള്ളാം വലതുപക്ഷമായാലും കൊള്ളാം, പട്ടികജാതിക്കാരന്റെ 10 കോടി രൂപ പലതരത്തിൽ വീതിച്ചെടുക്കുകയാണ്. അവ ഇന്നും ആ പാവപ്പെട്ട കുടിലേക്ക് കിടക്കുന്നു. 25,000 രൂപ അങ്ങനെ രാഷ്ട്രീയ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ